മഖ്ദൂമിയ ദഅവ കോളേജ് ദക്ഷിണ കേരളത്തിലെ പ്രമുഖ ഇസ്ലാമിക വൈജ്ഞാനിക സ്ഥിരാകേന്ദ്രമായ കൊല്ലം തഴുത്തല ഖാദിസിയ ഇസ്ലാമിക് കോംപ്ലക്സിന് കീഴിൽ ചിറയൻകീഴ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. SSLC പരീക്ഷയിൽ ഉയർന്ന ഗ്രേഡും മദ്രസ 7ാം തരവും പാസായ സമർത്ഥരായ ആൺകുട്ടികൾക്ക് യോഗ്യതാടിസ്ഥാനത്തിൽ 7 വർഷത്തെ സൗജന്യ വിദ്യാഭ്യാസത്തിന് പ്രവേശനം നൽകുന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, മതവിഷയത്തിൽ മുഖ്തസർ ബിരുദം, കമ്പ്യൂട്ടർ പരിജ്ഞാനത്തിൽ PGDCA, അറബി, ഇംഗ്ലീഷ്, ഉറുദു ഭാഷാ പഠനം, ലീഡർഷിപ്പ് ട്രെയിനിംഗ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നിവയിൽ കഴിവുറ്റ അധ്യാപകരുടെ ശിക്ഷണം നൽകുന്നു. ഇപ്പോൾ 6ാം അധ്യയന വർഷത്തിൽ മഖ്ദൂമിയ പ്രവേശിക്കുമ്പോൾ 6 ബാച്ചുകളിലായി 150ഓളം വിദ്യാർത്ഥികൾ വിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതിമാസം 2 ലക്ഷത്തോളം രൂപ ചിലവുള്ള സ്ഥാപനം 1 രൂപ പോലും സ്ഥിര വരുമാനമില്ലാതെ അഭ്യുദയകാംക്ഷികളുടെ അകമഴിഞ്ഞ സഹായ സഹകരണം കൊണ്ട് മുന്നോട്ട് ഗമിക്കുന്നു. മതിയായ ഭൗതിക സൗകര്യത്തിന്റെ പരിമിതിയിൽ താൽക്കാലിക ഷെഡുകളും ബിൽഡിംഗ് സംവിധാനങ്ങളും മാത്രമേ മഖ്ദൂമിയക്ക് നിലവിലുള്ളൂ. കാലത്തിന്റെ ഗതിവിഗതികൾക്കനുസൃതമായി ഇസ്ലാമിക പ്രബോധന വീതിയിൽ കരുത്തുറ്റ ആദർശധീരരായ ഒരു പണ്ഡിത സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ്. നാളിതുവരെ സഹകരിച്ചവർ, തുടർന്നും സഹകരിക്കുന്നവർ സർവർക്കും സർവാധിനാഥൻ സർവഗുണങ്ങളും സദാ വർഷിക്കുമാറാകട്ടെ. ആമീൻ. ഖുറൈശികൾ അപ്പോഴും വിട്ടില്ല. അവരെന്ത് ചെയ്തു? നാട്ടിൽ തോറ്റപ്പോ ഇനി വിട്ടുപോയവരെ പിന്തുടരാൻ തീരുമാനിച്ചു. അഥവാ എത്യോപ്യയിലേക്ക് പോയി സന്തോഷത്തോടെ ജീവിക്കുന്ന മഹാന്മാരായ സ്വഹാബികളെയും സ്വഹാബി വനിതകളെയും ഒന്ന് ശരിയാക്കിയാലോ എന്ന് വിചാരിച്ച് നേഗസ് ചക്രവർത്തിയെ പിടിച്ച് ആക്രമിക്കാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി മുസ്ലിമീങ്ങളെ ശല്യപ്പെടുത്താൻ തീരുമാനിച്ചു. മക്കക്കാരായ 2 കേമന്മാരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ലമ്മാ ദഖല അലൻ നജ്ജാശി സജദാ ലഹു വഖദ്ദമ ലഹു ഹദായാഹുമാ. നേരെ വലിയ സമ്മാനങ്ങളും കൊണ്ട് നേഗസ് ചക്രവർത്തിയുടെ അടുക്കലേക്ക് പോയി എത്യോപ്യയിൽ ചെന്നിട്ട് പറഞ്ഞു, അയ്യുഹൽ മലിക്കു, അല്ലയോ രാജാവേ, ഇന്ന നഫറം മിൻ ബനി അമ്മിനാ സുഫഹാ ഫാറഖൂ ദീന ഖൗമിഹിം വലം യദ്ഖുലൂ ഫീ ദീനികും ജാഊ ബിദീനിൻ ബിതദഉഹു ലാ നഅരിഫു നഹ്നു വലാ അൻതാ. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറെ എണ്ണം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, കുറെ വിഡ്ഢികൾ. ഞങ്ങളുടെ പിതാവിന്റെ കുടുംബം തന്നെയാണ്, പക്ഷേ ഞങ്ങളുടെ മതത്തെ നിഷേധിച്ചു, നിങ്ങളുടെ ക്രിസ്ത്യാനി മതവും സ്വീകരിച്ചിട്ടില്ല. ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ വന്നതാണ്, അതുകൊണ്ട് അവരെ ഒന്ന് പിടിച്ചു തരണം രാജാവേ. അവിടെ നിൽക്കുന്ന മഹാന്മാരായ സ്വഹാബികൾ 2ാം വട്ടം ഹബശയിലേക്ക്, എത്യോപ്യയിലേക്ക് ഹിജറ പോയ മഹാന്മാരാണ്. 80 പുരുഷന്മാരും 14 സ്ത്രീകളുമാണെന്നൊരു നിവേദനത്തിൽ കാണാം. ഏതായാലും 80ലേറെ പേരവിടേക്ക് പോയി. അവരവിടെ ചെന്ന് സുഖമായി താമസിക്കുമ്പോഴാണ് ഖുറൈശികളിലെ 2 പ്രതിനിധികൾ അവിടെ ചെന്നു. ഇവർക്കുള്ള അന്നവും ജീവിതവും മുടക്കാൻ വേണ്ടി ചെന്നപ്പോൾ ബുദ്ധിമാനായ രാജാവിന്റെ മറുപടി, ഇല്ല കേട്ടോ, എൻ്റെ നാട്ടിലേക്ക് വന്ന ആളുകളെ ഞാൻ അങ്ങനെ ആക്രമിക്കുകയില്ല. ഖൗമൻ ജാവറൂനി വനസലൂ ബിലാദി വഖ്താറൂനി അലാ മൻ സിവായ ഹത്താ അദ്ഉഹും ഫസ്അലഹും അമ്മാ യഖൂലു ഹാദാനി മിൻ അംരിഹിം. എൻ്റെ നാട്ടിലേക്ക് വന്ന അവരെ ഞാൻ അങ്ങനെ പ്രതികരിക്കില്ല. ഏതെല്ലാം നാടുകളും രാജാക്കന്മാരും ഉണ്ട്, എന്നെ പരിഗണിച്ചിട്ടല്ലേ അവർ വന്നത്, അതുകൊണ്ട് അവരെ ഒന്ന് വിളിച്ചന്വേഷിച്ച് നോക്കട്ടെ. അങ്ങനെ വിളിക്കുന്നു. അവിടെ വന്ന് നിൽക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദുനാ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നു. ജഅഫർ തങ്ങളെ വിളിച്ചിട്ട് ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തിനു വേണ്ടി വന്നതാണ്? ഈ മക്കയിൽ നിന്ന് പോയ ഖുറൈശി പ്രതിനിധികളുടെ 2 പേരുടെയും മുമ്പിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ജഅഫർ തങ്ങളുടെ നല്ല പ്രൗഢമായ വാചകം, ഈ പ്രസംഗത്തെ പ്രകീർത്തിച്ചുകൊണ്ട് മഹാന്മാരെഴുതിയ വാക്കുകൾ എണ്ണിയാ തീരൂല. അളന്ന മുറിച്ച വാചകങ്ങളിൽ അങ്ങ് തുടങ്ങി, അയ്യുഹൽ മലിക്കു, അല്ലയോ രാജാവേ, കുന്നാ ഖൗമൻ അഹ്ല ജാഹിലിയ്യത്തിൻ നഅ്ബുദുൽ അസ്നാമ വനഅനുൽ നഅകുലുൽ മൈത വനഅത്തിൽ ഫവാഹിഷ വനഖ്തഉൽ അർഹാമ വനുസീഉൽ ജിവാറ വയകുലുൽ ഖവിയ്യുൽ ലഈഫ്. ഞങ്ങൾ മഹാമോശക്കാരായിരുന്നു, ശവം തിന്നുന്നവരായിരുന്നു,
ബിംബത്തെ ആരാധിക്കുന്നവരായിരുന്നു, തോന്നിവാസികളായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞു പോകുമ്പോ ബഅസല്ലാഹു ഇലൈനാ റസൂലാ, ഞങ്ങളിലേക്ക് അല്ലാഹു തആല ഒരു നബി അയച്ചു. മിന്നാ നഅരിഫു നസബഹു, ഞങ്ങളിൽ നിന്നൊരു പ്രവാചകനെ അയച്ചു. നഅരിഫു നസബഹു, ഞങ്ങൾക്ക് ആ നബിയുടെ കുടുംബം അറിയാം. വസിദ്ഖഹു, സത്യവാനാണെന്നറിയാം. വഅമാനതഹു, വിശ്വസ്തനാണെന്നും അറിയാം. വഅഫാഫഹു, അവിടുന്ന് ചാരിത്ര ശുദ്ധിയുള്ള മഹാനാണെന്നും അറിയാം. ഫദഅനാ ഇലല്ലാഹി ലിനുവഹിദഹു വനഅബ്ദഹു വനഖലഅ മാ കുന്നാ നഅബ്ദു നഹ്നു വആബാഉനാ മിൻ ദൂനിഹി മിനൽ ഹിജാറത്തി വല്ലൗസാൻ. പ്രസംഗം മുഴുവനും വായിച്ചു വിശദീകരിക്കാൻ സമയമില്ല. അപ്പൊ ഞങ്ങൾ മുഴുവനും അഴുക്കിലും തോന്നിവാസത്തിലും ബിംബാരാധനയിലും കിടന്നതാണ്. ഞങ്ങളെ സത്യത്തിലേക്കും വെളിച്ചത്തിലേക്കും കൊണ്ടുവന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന പുതിയ പ്രവാചകനാണ്. ഞങ്ങൾ അവിടെ താമസിക്കാൻ ശല്യം കാട്ടിയപ്പോഴാണ് നിങ്ങളുടെ നാട്ടിലേക്ക് വന്നത് കേട്ടോ. അപ്പൊ രാജാവ് ഇതെല്ലാം കേട്ടു. കുറെ നീണ്ട നല്ലൊരു പ്രസംഗമാണ്. ആ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ രാജാവിന്റെ ചോദ്യം, ഹൽ മഅക മിമ്മാ ജാഅ ബിഹി മിൻ ഷൈഇൻ, ആ പ്രവാചകൻ കൊണ്ടുവന്ന വല്ല ആയത്തുകളും ദൃഷ്ടാന്തങ്ങളും വചനങ്ങളുടെ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉടനെ ബഹുമാനപ്പെട്ട ജഅഫർ തങ്ങൾ പറഞ്ഞു, നഅം, ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്നാ അതൊന്ന് കേൾപ്പിച്ചേ നിങ്ങൾ. ഉടനെ ഫഖറഅ അലൈഹി സദറൻ മിൻ കാഫ് യാ ഐൻ സാദ്, ഈസാ നബിയെയും മറിയം അലൈഹിസ്സലാമിനെയും കുറിച്ച് പറയുന്ന അധ്യായം അതല്ലേ സൂറത്ത് മറിയം. സൂറത്ത് മറിയം അങ്ങ് ഓതിക്കൊടുത്തു. കാരണം ജഅഫർ റളിയല്ലാഹുവിന് അറിയാം ഇത് ഈസാ നബിയെ സ്നേഹിക്കുന്ന രാജാവാണ്, മറിയം ബീവിയെ ആദരിക്കുന്ന രാജാവാണ്. അതുകൊണ്ട് നേരെ അങ്ങ് ഓതിക്കൊടുത്തപ്പോൾ രാജാവ് ഫബക്കാ വല്ലാഹി നജ്ജാശി ഹത്താ അഖ്ലല ലിഹയതഹു വബക്കത് അസാഖിഫതുഹു ഹത്താ അഖ്ലലു മസാഹിഫഹും ഹീന സമിഉ മാ യുത്ലാ അലൈഹിം. സൂറത്ത് മറിയം അങ്ങോദിയപ്പോ നജ്ജാശി രാജാവ്, നേഗസ് ചക്രവർത്തി ഇരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. രാജാവിന്റെ എഴുത്തുകാരുടെ മുഴുവൻ ഏടുകളും നനഞ്ഞു. അവരും കരയാൻ തുടങ്ങി. കാരണം ഞങ്ങളുടെ ഈസാ നബി, ഞങ്ങളുടെ മറിയം ബീവി അല്ലേ ഓതുന്നത് എന്ന നിലയ്ക്ക് ഈമാനുള്ള രാജാവും അനുയായികളും കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ നാട്ടിൽ നല്ലതുപോലെ ജീവിച്ചോ, ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. എന്നിട്ട് രാജാവ് ഒരു പ്രഖ്യാപനം നടത്തി, ഈ മുസ്ലിമീങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാളെ ഈ നാട്ടുകാര് തൊട്ടാൽ അവരെ ശിക്ഷിക്കുന്നതാണ്. അവരെ ആരെങ്കിലും അല്ലയോ കുടിയേറ്റക്കാരെ അല്ലെങ്കിൽ അണ്ണാച്ചിമാരെ എന്നെങ്ങാനും വിളിച്ചാൽ അവർക്കും ശിക്ഷയുള്ളതാണ് എന്ന നിലക്ക് പരസ്യമായി തന്നെ സംരക്ഷണവും നീതിയും പ്രഖ്യാപിച്ചു. മക്കയിൽ നിന്ന് വന്ന ആളുകൾക്ക് സുഖിച്ചില്ല. അവര് പിറ്റേന്ന് രാവിലെ വീണ്ടും രാജാവിനെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, അയ്യുഹൽ മലിക്കു, രാജാവേ, ഇന്നലെ നിങ്ങൾ സോപ്പിട്ട് രക്ഷപ്പെടുത്തിയില്ലേ? ഇന്നഹും യഖൂലൂന ഫീ ഈസാ ഖൗലൻ അളീമാ ഫസ്അൽഹും അമ്മാ യഖൂലൂന ഫീ. നിങ്ങൾ വിചാരിച്ചു അവർ നല്ല ആളുകളാണെന്നല്ലേ? നിങ്ങളുടെ ഈസാ നബിയെ കുറിച്ച് അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു നോക്ക്. അപ്പൊ രാജാവ് പറഞ്ഞു, വിളിക്കട്ടെ. അവിടുന്ന് മറിയം ബീവിയെ കുറിച്ച് ഈസാ നബിയെ കുറിച്ചും അവർ മോശമായ വിശ്വാസമാണ് ഈ മുസ്ലിങ്ങൾ വെച്ച് പുലർത്തുന്നത്. നിങ്ങൾ അവരുടെ ആളുകളല്ലേ? അപ്പൊ രാജാവിനെ ഒന്ന് അളക്കാന്ന് വിചാരിച്ചു. പിറ്റേന്ന് തന്നെ രാജാവ് വിളിച്ചു ജഅഫർ റളിയല്ലാഹുവിനെ. വീണ്ടും വിളിച്ചിട്ട് ചോദിച്ചു, അല്ല, നിങ്ങൾക്ക് ഈസാ നബിയെ കുറിച്ച് എന്താ വിശ്വാസം? മറിയം ബീവിയെ കുറിച്ച് എന്താ വിശ്വാസം? ഉടനെ പറഞ്ഞു, നഖൂലു ഫീഹി അല്ലദീ ജാഅനാ ബിഹി നബിയുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായമില്ല, ഞങ്ങളുടെ നബി ഞങ്ങൾക്ക് പറഞ്ഞെന്ന അഭിപ്രായമുള്ളൂ. നഖൂലുഹു അബ്ദുല്ലാഹി വറസൂലുഹു, അള്ളാഹുവിൻ്റെ അടിമയും റസൂലുമാണ്. വറൂഹുഹു, അള്ളാഹുവിൻ്റെ റൂഹുമാണ്, റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമാണ്. വകലിമത്തുഹു അൽഖാഹാ ഇലാ മറിയം അൽ അദ്റാ അൽ ബതൂൽ, അവിടുന്ന് മഹരിയായ മറിയം ബീവിയിലേക്ക് നിക്ഷേപിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ റൂഹാണ് എന്ന് പറഞ്ഞപ്പോഴേക്ക് ഫളറബ നജ്ജാശിയു ബിയദിഹിൽ അർള ഫഅഖദ മിൻഹാ ഊദൻ ثم قال, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഈ ആശയം ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തപ്പോൾ സന്തോഷത്തോടെ ഒരൊറ്റ അടിയടിച്ചിട്ട് ഇവർക്ക് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും രാജാവ് പ്രഖ്യാപിച്ചു കൊടുത്തു. നജ്ജാശി രാജാവിൻ്റെ അടുക്കൽ ഈസാ നബിയെ കുറിച്ച് പറഞ്ഞു കൊടുത്ത വേദം ഇതെല്ലാം നല്ല നിലയിൽ സ്വീകരിക്കപ്പെടേണ്ടതാണ്, യാതൊരു തെറ്റുമില്ല, ഞങ്ങൾ അങ്ങനെ ഈസാ നബിയെ ദൈവമാക്കുന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നജ്ജാശി രാജാവ് കൂടെ നിൽക്കുന്നു.
ഇതിൻ്റെ ഇടയിൽ മഹാന്മാര് പറഞ്ഞ ഒരു ലൈനിന്റെ സംഭവമുണ്ട്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ ഇവർ ഈമാൻ ഇല്ലല്ലോ, ഇഖ്ലാസ് ഇല്ലല്ലോ. ഇവരിടയിലൂടെ കാണിച്ച ഒരു വഴിവിട്ട ജീവിതം ഇബ്നു അസാക്കിർ നിവേദനം ചെയ്യുന്നുണ്ട്, ഇമാം തബറാനി ഉദ്ധരിക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ അബി ലൈലയിൽ നിന്ന്, യൂസുഫ് സാലിഹിയുടെ സുബുലുൽ ഹുദയിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഇതിൻ്റെ ഇടയിലൂടെ രണ്ടുപേരും തമ്മിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിൽ നിന്ന് പോയ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം അതാ വ്യക്തമായി ഇമാമുകൾ രേഖപ്പെടുത്തുന്നു. ഒന്ന് ഉമാറത്തും ഒന്ന് അമ്രുമാണ് പോയത്. അമ്രും പോയി, ഉമാറത്തും പോയി. അപ്പോഴോ ഈ കൂട്ടത്തിലുള്ള അമ്രിന്റെ കൂടെ ഭാര്യയുണ്ട്, ഉമാറത്തിന്റെ കൂടെ ഭാര്യയില്ല. ഉമാറത്താണെങ്കിലോ നല്ല സുന്ദരനായ മനുഷ്യനുമാണ്. ഈ സംഭവം ഇടക്കൂടെ ഇമാമുകൾ ഉദ്ധരിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞങ്ങ് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അങ്ങനെ ഇവർ മൂന്നാളും കൂടെ കപ്പലിൽ കയറിയപ്പോൾ സുന്ദരിയായ ഈ പെണ്ണും സുന്ദരനായ ഉമാറത്തും തമ്മിൽ ലൈനായിപ്പോയി. അങ്ങനെ രണ്ടാളും കൂടെ തീരുമാനിച്ച് ഈ പെണ്ണിന്റെ ഭർത്താവിനെടുത്ത് കടലിലിട്ടു. നമുക്ക് രണ്ടാൾക്കും എങ്ങനെയെങ്കിലും അങ്ങ് പോകാം, നേഗസ് ചക്രവർത്തിയുടെ അടുക്കൽ ചെല്ലാം, വേണ്ടതൊക്കെ ചെയ്ത് സുഖമായിട്ട് പോരാം എന്ന് വിചാരിച്ചു പോയി. ഇയാൾ നീന്തറിയുന്ന ആളാ. ഇയാൾ മെല്ലെ നീന്തി വേറൊരു കപ്പലിൽ പിടിച്ച് ഇയാളങ്ങെത്തി. അങ്ങനെ മൂന്നാളും എത്തിയപ്പോൾ ബുദ്ധിമാനായ അമ്ര അയാൾ എന്ത് വിചാരിച്ചു, കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞു, എന്നാ പെണ്ണെ, ഇനി അവന് നിന്നോട് സ്നേഹമാണെങ്കിൽ നിങ്ങൾ രണ്ടും കൂടെ അങ്ങ് ജീവിച്ചോ, ഞാൻ ശല്യപ്പെടുത്തുന്നൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മൂന്നാളും കൂടെ പോയി. ഇവർ രണ്ടുപേരും കാര്യങ്ങളെല്ലാം രാജാവിൻ്റെ അടുത്തൊക്കെ അവതരിപ്പിച്ച് തൽക്കാലം തോറ്റു വരാൻ നിൽക്കുന്ന സമയത്ത് ഇയാളൊരു അടവെടുത്തു. തൻ്റെ ഭാര്യയെ അടിച്ചു മാറ്റിയാൽ ഒരു പണി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇയാൾ പറഞ്ഞു, എടാ ഉമാറത്തെ, നീ നല്ല സുന്ദരനായ ആളാണല്ലോ, ഇവിടെ ഈ രാജകുടുംബത്തിലുള്ള സ്ത്രീകൾക്കൊക്കെ സുന്ദരന്മാരെ ചിലപ്പം ഇഷ്ടപ്പെട്ടേക്കും, അതുകൊണ്ട് നീ രാജാവിൻ്റെ ഭാര്യയുടെ അടുക്കലൊക്കെ ഇടയ്ക്കൊന്ന് പോയി വരണം എന്ന് പറഞ്ഞിട്ട് നേരെ കമ്പനി അടിക്കാനുള്ള പുതിയ വഴി തുറന്നു കൊടുത്തു. ഇത് കേട്ടപ്പോൾ സുന്ദരനൊരു തോന്നല്, രാജാവിൻ്റെ ഭാര്യയെ തന്നെ അടിച്ചങ്ങ് കൊണ്ടുപോയാൽ എന്താ, ഒരു കുഴപ്പമില്ലല്ലോ. അങ്ങനെ നേരെ രാജാവിൻ്റെ ഭാര്യയുടെ അടുക്കലേക്ക് പോയി വരാനൊക്കെ തുടങ്ങി. അവസാനം ഒരു അത്തറും കുപ്പിയൊക്കെ അവിടുന്ന് വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനിയായി. ഇയാൾ അപ്പുറത്ത് പോയി രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഉമാറത്ത് നല്ല സുന്ദരനാട്ടോ, നിങ്ങളുടെ ഭാര്യയെ മിക്കവാറും അടിച്ചോണ്ട് പോകും എന്ന് അപ്പുറത്ത് പോയി കത്തിച്ചു കൊടുത്തു. അങ്ങനെ രാജാവ് വന്ന് നോക്കുമ്പോൾ ശരിയാണ്, സുന്ദരനായ ഉമാറത്ത് സ്വന്തം ഭാര്യയുടെ അടുക്കൽ നിൽക്കുന്നു. അപ്പോഴദ്ദേഹം പറയുകയാണ്, എടാ, നിന്നെ ഈ രാജ്യത്ത് കൊന്നുകളയേണ്ടതാണ്, പക്ഷേ ഞങ്ങൾക്കൊരാതിഥ്യത്തിന് മര്യാദയുണ്ട്. നീ രാജ്യത്തിൻ്റെ അതിഥി അല്ലായിരുന്നെങ്കിൽ നിന്നെ ഇപ്പോഴേ ഞാൻ ശരിയാക്കുമായിരുന്നു. ലൗലാ അന്നഹു ജാരി, എൻ്റെ അടുക്കലേക്ക്, എൻ്റെ നാട്ടിലേക്ക് അഭയം തേടി വന്നതാണ്. അല്ലെങ്കിൽ ലഖതൽതുഹു, ഞാൻ അവനെ കൊല്ലുമായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ കൊല്ലുന്നില്ല. കൊല്ലുന്നതിനേക്കാളും നല്ല പണി ഞാൻ ചെയ്തിട്ടല്ലാതെ വിടുന്ന പ്രശ്നമില്ല. എന്നിട്ട് മുഴുവൻ മന്ത്രവാദികളെയും വിളിച്ചു വരുത്തി ഉമാറത്തിനെതിരെ സൂപ്പർ മന്ത്രമങ്ങ് നടത്തിയിട്ട് ഇയാൾ മനുഷ്യന്മാരെ കണ്ടാൽ ഓടുന്ന അവസ്ഥയിലേക്കായി. മനുഷ്യന്മാരെ കണ്ടാൽ ഓടും, നേരെ കാട്ടിലേക്ക് കാട്ടുജന്തുക്കളുടെ കൂടെ പോയി ജീവിക്കാൻ തുടങ്ങി. മനുഷ്യന്മാരെ കണ്ടാ ഓടുന്ന മാനസികാവസ്ഥയിലേക്ക് ഇയാൾ മറിഞ്ഞുപോയി മരണം കൊണ്ട്. അങ്ങനെ മുഴുവൻ മനുഷ്യന്മാരെയും ബഹിഷ്കരിച്ച് കാട്ടിൽ പോയി കാട്ടുജന്തുക്കളുടെ കൂടെ ഇങ്ങനെ താമസിക്കാൻ തുടങ്ങി. അയാൾ അവിടെ തന്നെ വസിച്ചു, മക്കയിലേക്ക് മടങ്ങിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനെ നജ്ജാശി രാജാവിന്റെ അടുക്കൽ പോയി ഒറ്റുകൊടുക്കാൻ തീരുമാനിച്ചവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ തന്നെ കിടത്തി കളഞ്ഞു എന്ന് മാത്രമല്ല, കദാ യരിദു മഅൽ വുഹൂഷി ഇദാ വറദത് വയസ്ദുറു മഅഹാ ഇദാ സദറത്. കാട്ടുജന്തുക്കൾ ഇറങ്ങുന്ന സമയത്ത് കൂടെ ഇറങ്ങും, അവര് കയറുന്ന സമയത്ത് കൂടെ കയറും. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും ഒറ്റുകൊടുക്കാൻ വേണ്ടി പോയ ആൾ അവിടെ വഞ്ചിക്കപ്പെടുകയാണ്. എന്നിട്ട് ഇയാൾ ഏതുവരെ ജീവിച്ചു എന്നറിയുമോ? ഫസാറ ഇലൈഹി കമല്ലഹു ഫീ തരീഖിഹി ഇലൽ മാഇ ഫൈദാ ഹുവ ഖദ ഖത്താഹു ശഅറുഹു വതാലത് അദ്ഫാറുഹു വതമസ്സഖത് അൻഹു സിയാബുഹു ഹത്താ കഅന്നഹു ശൈത്താൻ. കാട്ടിൽ പോയി നഖമൊക്കെ നീണ്ട് മുടിയൊക്കെ വളർന്ന് ഒരു ഭ്രാന്തനായി ശൈത്താനായി മാറി. ഫഖബല അലൈഹി അബ്ദുല്ലാഹ്,
കാട്ടുജന്തുക്കളുടെ ഇടയിൽ നിന്ന് പിൽക്കാലത്തെ അബ്ദുള്ള എന്നവര് പിടിച്ചു. വജഅല യുദക്കിറുഹു ബിർറഹമി വയസ്തഅതിഫുഹു. പിന്നെ പിടിച്ചിട്ട് പറഞ്ഞു, എടാ നീ കാട്ടുജന്തു അല്ലടാ, ഞങ്ങളുടെ മക്കത്തെ കുടുംബത്തിൽ പറഞ്ഞ ആളാടാ, ഒന്ന് വാടാ മനുഷ്യന്മാരുടെ കൂടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ കൂടെ വരുന്നില്ല. അവൾ പറയുകയാണ്, ഓ യഖൂലു അർസിൽനി യാ ബുജൈർ, അർസിൽനി യാ ബുജൈർ, എന്നെ ഒന്ന് വിട്ടേക്ക്, എന്നെ ഒന്ന് വിട്ടേക്ക് എന്ന് പറഞ്ഞപ്പോൾ വിടാൻ തയ്യാറായില്ല. വഅബാ അബ്ദുല്ലാഹി അൻ യുർസിലഹു ഹത്താ മാത ബൈന യദൈഹി. അവന്റെ കാറ്റ് അബ്ദുള്ള എന്ന സ്വഹാബിയുടെ മുമ്പിൽ വെച്ചു തന്നെ കാറ്റുപോയി. അങ്ങനെ കാട്ടുജന്തുവായി പിൽക്കാലത്ത് മരിച്ചുപോയി, ചത്തുപോയി. ഈ നിലയിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തിനെയും കൈകാര്യം ചെയ്യാൻ പോയ ആളുകൾ മുഴുവനും പരാജയമടഞ്ഞിട്ടല്ലാതെ ഇല്ല. കാരണം എന്താണെന്നറിയുമോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലംറവറാവദതുൽ ജിബാലു ശുമ്മു മിൻ ദഹബി അൻ നഫ്സിഹി ഫഅറാഹ അയ്യമാ ശമമി وأكدت زهده فيها ضرورته إن الضرورة لا تعدو على العصم. അവരിവിടെ ഇറങ്ങിയത് അവരുടെ സ്വന്തമായ കാര്യലാഭത്തിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാജാവിനൊരു കത്തെഴുതി, ഓ രാജാവേ, നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണം. ആ കത്തൊന്നും വായിക്കാനുള്ള സാവധാനം നമുക്കില്ല. നേഗസ് ചക്രവർത്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കത്തെഴുതി. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നു, ഇബ്നു ഇസ്ഹാഖ് നിവേദനം ചെയ്യുന്നു. അവിടെ നിന്ന് എഴുതുകയാണ് ചക്രവർത്തിയോട്, നിങ്ങൾ അള്ളാഹുവിന്റെ മതത്തിലേക്ക് വരണം, അംഗീകരിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എഴുതുന്നത്. എൻ്റെ അനുയായികൾ അവിടേക്ക് വന്നിട്ടുണ്ട്, വേണ്ടത് ചെയ്തു കൊടുക്കണം എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കത്തെഴുതി. രാജാവ് സ്വീകരിച്ചു, കത്ത് ചുംബിച്ചു. എന്നിട്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. നേഗസ് രാജാവ് അഥവാ നജ്ജാഷി രാജാവ് ഇസ്ലാമിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കത്തെഴുതി, ഞാൻ ഇസ്ലാം അംഗീകരിച്ചു എന്ന്. അതുകൊണ്ട് തന്നെ ഫലമ്മാ മാതൻ നജ്ജാഷിയു ഇസ്തഗ്ഫറ ലഹു. നജ്ജാഷി രാജാവ് മരിച്ചുപോയ സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി പൊറുക്കലിനെ തേടുകയും മയ്യിത്ത് നിസ്കരിക്കുകയും ചെയ്തു. ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, ഖാല റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അഖല്ലക്കും ഖദ മാത ഫഖൂമു ഫസല്ലു അലൈഹി. ഇതാ നമ്മുടെ ഒരു സഹോദരൻ അവിടെ മരിച്ചുപോയി, അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ എഴുന്നേൽക്കണം, മയ്യിത്ത് നിസ്കരിക്കണം. വഹാദൽ ഹദീസു സരീഹുൻ ഫീ അന്നഹു മാത അലൽ ഇസ്ലാമി. ഈ ഹദീസ് നമ്മളോട് പഠിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട നേഗസ് രാജാവ് അഥവാ നജ്ജാഷി രാജാവ് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിച്ച ആളാണ്. അപ്പൊ രാജാവ് അടക്കം ഇസ്ലാമിലേക്ക് വന്നു. പക്ഷേ മക്കത്ത് തീഷ്ണത തന്നെ, അനങ്ങാൻ പറ്റുന്നില്ല. മക്കയിൽ അപ്പോഴും തീച്ചൂളയിലാണ്, അഗ്നിപർവ്വത സ്ഫോടനം പോലെ പ്രതിസന്ധിയുടെ നടുവിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അവസാനം സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് പോലും നിൽക്കാൻ വയ്യ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്യോപ്യയിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടി ബർക്കുൽ ഗമാദ് എന്ന് പറയുന്ന പോസ്റ്റിൽ വരെ എത്തിയപ്പോൾ ഇബ്നു ദുഗന്ന എന്ന മാന്യനായ മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, അബൂബക്കറേ, നിങ്ങൾ എങ്ങോട്ട് പോവുകയാണ്? എനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നില്ല. അനുമതി തന്നതിന്റെ പേരിൽ ഞാൻ എത്യോപ്യയിലേക്ക് എങ്ങാനും പോയി ഇബാദത്ത് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ സഹിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പൊ ഇബ്നു ദുഗന്ന പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള മനുഷ്യന്മാരിവിടെ പോകാൻ പാടില്ല. കാരണം എന്താണ്? നിങ്ങളിവിടെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ്, ഇവിടെ റിലീഫ് പ്രവർത്തനം നടത്തുന്നവരാണ്, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾ പോകാൻ പാടില്ല. യക്സിബുൽ മഅദൂമ വയസ്റുർ റഹ്മ വയഹ്മിലുൽ കല്ല വയുഖിറുൽ ലൈഫ വയുഈനു അലാ നവാഇബിൽ ഹഖി. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുകയും പാവപ്പെട്ടവർക്ക് സഹായം ചെയ്യുകയും യതീമുകളെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന നിങ്ങളെപ്പോലെ മാന്യനായ ഒരു മനുഷ്യന് ഇവിടുന്ന് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇബ്നു ദഗന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചുകൊണ്ടുവന്ന് ഖുറൈശി മാന്യന്മാരുടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, ഞാനിതാ അബൂബക്കറിന് സംരക്ഷണം നൽകിയിരിക്കുന്നു, നിങ്ങൾ തൊടാൻ പാടില്ല.
എൻ്റെ ഈമാനുള്ള ചെറുപ്പക്കാരോട് പറയാണ്, നമ്മുടെ കയ്യിലേക്ക് ഇസ്ലാം തരാൻ സ്വഹാബത്ത് സഹിച്ച സഹനമാണിത്. നമ്മൾ ഇന്ന് ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് സർവ്വതോന്നിവാസത്തിന്റെയും പിന്നിലാണ്. കണ്ടില്ലേ, ജന്മനാട്ടിൽ നിൽക്കാൻ പോലും കഴിയാതെ സ്വഹാബത്ത് ഓടുകയാണ്. ഈമാനിന്റെ പേരിൽ മാത്രമാണ് കേട്ടോ. ചെറുപ്പക്കാരാ, കള്ളിന്റെ പിന്നാലെ പോകാൻ പാടില്ല, വ്യഭിചാരം ചിന്തിക്കാൻ പാടില്ല, ഹബീബിന്റെ മതത്തിൽ നിന്ന് വിട്ടു ചിന്തിക്കാൻ പാടില്ല, വൃത്തികെട്ട സിനിമകൾക്ക് വേണ്ടി സമയം കാണാൻ പാടില്ല. എൻ്റെ ഉമ്മ പെങ്ങന്മാരെ, ഒളിച്ചോട്ടത്തിൻ്റെ കഥകൾ, ചാടിപ്പോക്കിൻ്റെ കഥകൾ, വീട് വിട്ടുപോക്കിൻ്റെ കഥകൾ, മതം മാറ്റത്തിൻ്റെ കഥകൾ, അയൽവാസികളെ വ്യഭിചരിക്കുന്ന കഥകൾ, ഗൾഫുകാരുടെ ഭാര്യമാരിൽ അധാർമിക പ്രവണതകളുടെ അപകടകരമായ കാഴ്ചകൾ, ഇതെല്ലാം വരുമ്പോൾ മോളെ, ഈ ദീന് നമ്മുടെ കയ്യിലേക്ക് ഉതരാൻ ജീവൻ പണയം വെച്ച റസൂലുള്ളാനെ മറന്നു പോകല്ലേ മോളെ. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ മേൽപ്പുരകൾക്ക് വേണ്ടി കോളേജ് കുമാരിമാരും കുമാരന്മാരും പോയി സമുദായത്തെ മുഴുവനും പൊളിച്ചെടുക്കുന്ന അപകടകരമായ രംഗമല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? വാപ്പാക്കും ഉമ്മാക്കും മോൾ എഞ്ചിനീയർ ആകണം, മോൻ ഡോക്ടർ ആകണം, മറ്റൊരു മോൻ MBA ആകണം. ഇതല്ലാതെ അള്ളാന്റെ റസൂലിനെ അറിയണം, മുസ്ലിം ആകണം, നിസ്കരിക്കണം. ഈ ചിന്തയൊക്കെ നഷ്ടപ്പെട്ടു പോയ കാലമാണ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന രക്ഷിതാക്കളെ, അല്ലിമൂ ഔലാദക്കും മഹബ്ബത റസൂലില്ലാഹി. നിങ്ങളുടെ മക്കൾ എത്ര നല്ല ഉദ്യോഗം വഹിച്ചാലും തെറ്റില്ല, പക്ഷേ റസൂലുള്ളാനെ മറന്നു പോകുന്നവരാക്കല്ലേ. കാരണം എന്താ? ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ ഫഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ തഹക്കഫൽ ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈമാ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. നാളെ മരിച്ചിട്ട് ഖബറിലേക്ക് കൊണ്ടുവെക്കുന്ന സമയത്ത് ചോദിക്കുന്നത് ഇവിടുത്തെ ഏത് ഫാൻസിലെ മെമ്പറാണെന്നല്ല, ഏത് സ്റ്റാറിന്റെ ആരാധകനാണെന്നല്ല. നാളെ ഖബറിലേക്ക് കൊണ്ടുവെക്കുന്ന സമയത്ത് ചോദിക്കപ്പെടുന്നത് ഈ നേതാവിനെ അറിയുമോ? ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ പറഞ്ഞതാണ്. അതിന് വ്യാഖ്യാനം അൽ കൗസറുൽ ജാരി ഫി റിയാദിൽ ബുഖാരി മറിച്ചു നോക്ക്, ഫത്ഹുൽ ബാരി മറിച്ചു നോക്ക്. അതുപോലെ ഇമാമുകൾ എഴുതി വെച്ച രചനകൾ എടുത്തു നോക്കിയാൽ അവിടെ നിന്ന് മനസ്സിലാകുന്നത് ഫോട്ടോ കൊണ്ടുവന്ന് കാണിക്കുമെന്നല്ല. പ്രധാനമന്ത്രി ഡൽഹിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ തത്സമയ സംപ്രേഷണം അടച്ചുപൂട്ടിയ വീടിന്റെ ഉള്ളിലെ ടിവിയുടെ മുമ്പിൽ കാണുന്നില്ലേ? അങ്ങനെ സംവിധാനം പടയ്ക്കാൻ തൗഫീഖ് നൽകിയ അല്ലാഹു തആല അവന്റെ ഹബീബിനെ ഖബറിൽ കാണിക്കാൻ സംവിധാനമുള്ളവനാണ് കേട്ടോ. അപ്പൊ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചിട്ട് തന്നെ ചോദിക്കും, അറിയുമോ ഇതാരാണ്? മുനാഫിഖായ മനുഷ്യൻ പറയും, ഞങ്ങളുടെ നാട്ടിൽ കുറെ ആള് പുണ്യ റസൂൽ എന്ന് പറഞ്ഞ് പരിപാടി നടത്തിയിരുന്നു, സ്നേഹപ്രപഞ്ചം നടത്തിയിരുന്നു, ഞങ്ങളുടെ നാട്ടിൽ കുറെ ആള് നബിദിനാഘോഷം നടത്തിയിരുന്നു, അങ്ങനൊക്കെ പറയപ്പെടുന്ന ആളാണെന്ന് മുനാഫിഖ് പറയും. അതേ സമയത്ത് മുഅ്മിനായ മനുഷ്യൻ പറയും, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹി, ഇത് ഞങ്ങളുടെ കരളിന്റെ കാതലായ നബിയാണ്. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് പിന്നെ ആ ഖബറിൽ ഹബീബിന്റെ സാന്നിധ്യമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോട്ടമുണ്ടാകും. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദുനിയാവിൽ ഒരു പദവിയും നൽകിയില്ലെങ്കിലും ഖബറിൽ കിടക്കുന്ന സമയത്ത് ഹബീബിന്റെ നോട്ടമുള്ള ഖബറാക്കി ഞങ്ങളുടെ ഖബർ മാറ്റിത്തരണം റഹ്മാനേ. ഹബീബായ നബിയെ പറയുമ്പോൾ ഞങ്ങൾക്ക് ആശയുണ്ട്.
പക്ഷേ ഞങ്ങൾ യോഗ്യരല്ല. ആ ഹബീബിനെ ഒന്ന് ഖബറിൽ കിടന്ന് കണ്ട് സന്തോഷിക്കാൻ ഞങ്ങൾക്ക് അവസരം ഒരുക്കി തരുന്നെങ്കിൽ റബ്ബേ, ഇപ്പ മരിക്കുന്നതിനും പരാതിയില്ല. ഞങ്ങൾ ആരോട് എഗ്രിമെന്റ് ചെയ്തിട്ടില്ല അടുത്ത കൊല്ലം വരെ ജീവിച്ചിരിക്കാമെന്ന്. അധികാരമില്ലാത്തത് കൊണ്ടാണ്. ആശയുണ്ട് റബ്ബേ ഹബീബിന്റെ നോട്ടം കിട്ടാൻ. അതുകൊണ്ട് കണ്ടുകൊണ്ട് മരിക്കാനും ഖബറിൽ കിടന്ന് ആസ്വദിക്കാനും പരലോകത്ത് ചെന്ന് കാൽക്കൽ വീഴാനും മുദ്ദാഹി ത്വഹ ലാഹിഖാ ആ റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഇമാമുൽ ബുസൈരിയും ഇമാമുൽ ബുറഇയും അബൂബക്കറുൽ ബഗ്ദാദിയും മുല്ല അലിയുൽ ഖാരിയും ഇബ്നു ഹജറുൽ അസ്ഖലാനിയും ഇമാമുൽ ബുഖാരിയും വലിയ വലിയ മഹാന്മാരെല്ലാം പോകുമ്പോൾ അവരെല്ലാം പോയി കഴിഞ്ഞിട്ട് അവരുടെ കൊന്തലയിൽ പിടിച്ച് അവസാനം ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി മുദ്ദാഹി ത്വഹ ലാഹിഖാ. ബഹുമാനപ്പെട്ട ബിലങ്കൂത്തി വെളിയങ്കോട് ഉമർ ഖാദി തങ്ങൾ പറഞ്ഞതുപോലെ ഹബീബിന്റെ ജിവാറിൽ ഞങ്ങളെ എത്തിച്ചു തരണം റഹ്മാനേ. അല്ലാതെ ഇവിടത്തെ ഒന്നും നിലനിൽക്കുന്നതല്ല. ഇവിടുത്തെ യുവാക്കളെ യുവത്വം നാളെ മരിച്ച് കളവനായി പോകും. പണക്കാരെ പണം നാളെ നശിച്ച് ദരിദ്രനായി പോകും. കബറടക്കുന്ന സമയത്തൊന്നും കൂടെ വെക്കാറില്ല. അധികാരികളെ അധികാരം നശിച്ചു പോകും. മുതലാളിമാര് കൊമ്പന്മാര് വമ്പന്മാര് ദുനിയാവിൽ വലിയ ഗമയടിക്കുന്ന പത്രാസുകാര് അതെല്ലാം നാളെ അസ്റായീൽ വരുമ്പോ ക്ലോസ് ആണ് കേട്ടോ. മരിച്ച് മയ്യത്തെടുക്കുന്ന സമയത്ത് മുതലാളിയല്ലേ ഈ പോന്നത്, നല്ല മയ്യത്ത് ദാ പോന്നല്ലോ എന്നാണ് പറയുന്നത്. ഖബറിൽ കൊണ്ടുവച്ചാൽ 10 ജ്വല്ലറിയുടെ മുതലാളിയായിരുന്നു, 12 ആപ്പീസിന്റെ ഉടമയായിരുന്നു. അതൊന്നും അവിടെ പരിഗണനയില്ല. അവിടെ ആരാണ് ഹബീബിന്റെ കൂടെ വന്നത്? യഅനി മഹബൂബോ മുഹിബ് മേ നഹി മേരാ തേരാ. റസൂലുള്ളാഹിനെ പ്രേമിച്ചവരെവിടെ എന്നാണ് ചോദിക്കുക. അതുകൊണ്ട് എൻ്റെ യുവാക്കളോട് മുഴുവനും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു, ഈമാനിൽ ദൃഢതയുണ്ടാകണം. ഹക്കായ ദീനിനെതിരെ ആര് പറഞ്ഞാലും അത് സ്വീകരിക്കേണ്ടതില്ല. പക്ഷേ നയപരമായി ദഅവത്ത് നടത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സ്വഹാബത്തിനും ശഅബ് അബീ താലിബിൽ ഭക്ഷണം പോലും കൊടുക്കാതെ വിഷമിപ്പിച്ചിട്ടും നബിതങ്ങൾ ഇസ്ലാമിക പ്രവർത്തനം നിർത്തിയിട്ടില്ല. 3 കൊല്ലമാണ് പ്രിയപ്പെട്ടവരെ ബഹിഷ്കരണം അനുഭവിച്ച് നബിതങ്ങൾ കിടന്നത്. ഈ 3 കൊല്ലവും ഹജ്ജിന്റെ സമയത്ത് നബിതങ്ങൾ ഇറങ്ങും. വിദേശത്ത് നിന്ന് വരുന്നവരെടുക്കൽ ഇസ്ലാം പ്രചരിപ്പിച്ചു കൊടുക്കും. എത്ര മനോഹരമായിട്ടാണ് ഇമാമുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചത്. അപ്പോഴും ഇസ്ലാമിക ദഅവത്ത് അവസാനിപ്പിച്ചിട്ടില്ല. ശബ്ദം കേൾക്കുന്ന ആലിമുകളെ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളായ കൂട്ടുകാരെ, ഇന്ന് ഒരുപാട് തെറ്റുകൾ വ്യാപിച്ച കാലമാണ്. അടങ്ങിയിരിക്കാനുള്ള സമയമല്ല. ബല്ലിഗൂ അന്നീ വലൗ ആയാ. അറിയുന്ന അക്ഷരവും അറിയുന്ന വിജ്ഞാനവും കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ദഅവത്തിന് രംഗത്തിറങ്ങണം. അത് ഹബീബിന്റെ അനന്തരാവകാശമാണ്. എനിക്കൊരു ജോലി വേണം, എനിക്കൊരു കുടുംബം വേണം, അതൊക്കെ മാന്യമായി നടത്തണം. അതോടൊപ്പം ബാക്കിയുള്ള സമയം അള്ളാന്റെ ദീന് പ്രചരിപ്പിക്കാൻ ഇറങ്ങിയില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാകുന്ന കാലമാണ്. അതുകൊണ്ട് ഇറങ്ങിക്കോ അള്ളാന്റെ മാർഗത്തിൽ. അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. ഇതടങ്ങിയിരിക്കേണ്ട കാലമല്ല, ദഅവത്തിന് ഇറങ്ങേണ്ട കാലമാണ്.
ഇറങ്ങുമ്പോൾ വിമർശനമുണ്ടാകും, ഇറങ്ങുമ്പോൾ ബഹിഷ്കരണമുണ്ടാകും, ഇറങ്ങുമ്പോൾ ഉപരോധമുണ്ടാകും, ഇറങ്ങുമ്പോൾ ആരോപണമുണ്ടാകും, ഇറങ്ങുമ്പോൾ പലതും സഹിക്കേണ്ടി വരും. സുന്നത്ത് ജമാഅത്തിന്റെ ചെറുപ്പക്കാരെ, നമുക്ക് റസൂലുള്ളാഹി ഉണ്ട് കേട്ടോ. ഹം റസൂലുള്ളാഹി കേ ജന്നത്ത് റസൂലുള്ളാഹി കീ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ ഓമന മക്കളെ ഇവിടെ കണ്ടില്ലേ? ഈ വയല് സംഘടിപ്പിക്കുന്നത് SSFന്റെ കുട്ടികളാണ്. ആ കുട്ടികൾ സംഘടിപ്പിക്കുന്നത് പൈസ ഉണ്ടാക്കാനല്ല, റസൂലുള്ളാഹിനെ സ്നേഹിച്ചു പോയത് കൊണ്ടാണ്. ഇത്തരം നല്ല പ്രവർത്തനത്തിന് നിങ്ങളുടെ മക്കളെ പങ്കാളികളാക്കി. ഒരു ഭാഗത്ത് ക്ലബ്ബ്, മറുഭാഗത്ത് ഫാൻസ്, മറുഭാഗത്ത് തീവ്രവാദം, വേറൊരു ഭാഗത്ത് തോന്നിവാസം, ഇതെല്ലാം നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് 10 മക്കൾ കണ്ടില്ലേ റസൂലുള്ളാഹിന്റെ സ്നേഹപ്രപഞ്ചമെന്ന് പറഞ്ഞ് നടക്കുന്നത്? ആ കൂട്ടത്തിൽ നമ്മുടെ മക്കളെ കൂട്ടിക്കൊടുത്തുകൂടെ? ഇപ്പൊ പ്രസംഗിക്കുന്നത് ഞാനാണ് എന്നതുകൊണ്ടായില്ല. വരും കാലങ്ങളിൽ നിങ്ങളുടെ മക്കൾ ഇവിടെ പ്രസംഗിക്കണം. അന്ന് ഖബറിൽ കിടന്നിട്ട് നിങ്ങളുടെ മക്കളുടെ ദുആ കിട്ടണം. അല്ലാഹുവേ, ഖിയാമത്ത് നാൾ വരെ ഞങ്ങളുടെ ഈ മജ്ലിസ് ഈ നാട്ടിൽ നീ നിലനിർത്തി തരണം റഹ്മാനേ. അതിന് പറ്റുന്ന പരമ്പരകളെ ഈ നാട്ടിൽ നീ വളർത്തി തരണം റഹ്മാനേ. ഖബറിൽ കിടന്ന് ഇങ്ങനെ സന്തോഷിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനേ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും സഹിച്ചത് ദീനിനു വേണ്ടിയാണ്. അല്ലാതെ കേവലമായ വ്യക്തിജീവിതവും കുടുംബജീവിതവും അതുമാത്രം പോരാ, നമുക്ക് ഉത്തരവാദിത്വങ്ങളുണ്ട്. നബിതങ്ങൾ കുടുംബജീവിതം മാത്രമായിട്ട് പോയെങ്കിൽ ആരും എതിർക്കൂലായിരുന്നു, ദീന് പ്രചരിപ്പിച്ചില്ലെങ്കിൽ ആരും വിമർശിക്കില്ലായിരുന്നു. പക്ഷേ എല്ലാം ഏറ്റുവാങ്ങിയിട്ട് മുന്നോട്ടിറങ്ങിയത് ദീന് പ്രചരിപ്പിക്കാനാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലും വളരെ പ്രതിസന്ധിയുള്ള കാലം. ഇഖ്ലാസോടെ പ്രവർത്തിക്കണം, ഈമാനോടെ മുന്നോട്ട് പോകണം, സ്ഥാനമാനങ്ങൾ ചിന്തിക്കരുത്, അള്ളാഹുവിൻ്റെ വജ്ഹ് ചിന്തിച്ച് പ്രവർത്തിക്കണം. ആരുടെയും ന്യൂനതയുടെ പിന്നാലെ സഞ്ചരിക്കരുത്, സ്വന്തം ന്യൂനത ആലോചിക്കണം, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. ആലിമീങ്ങളെ ചീത്ത പറഞ്ഞുകൂടാ. സാധാരണക്കാരെ, ആലിമീങ്ങൾ ഏത് ചേരിയിലോ സംഘത്തിലോ ആകട്ടെ, അവരെ പറഞ്ഞിട്ട് നമ്മുടെ നാവ് നമ്മൾ കുറ്റത്തിലേക്ക് പെടുത്തരുത്. പക്ഷേ ദീനിന്റെ വിഷയത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതല്ലേ പഠിപ്പിച്ചു തന്നത്? ദീനിന്റെ വിഷയത്തിൽ മൂത്താപ്പയാണെങ്കിലും മൂത്താപ്പ എന്ന നിലക്ക് ആദരിക്കുന്നു. പക്ഷേ മതം മാറിയതിൻ്റെ പേരിൽ അവിടുത്തെയുടെ ആശയത്തിലേക്ക് ഞാനില്ല. അപ്പൊ ഈമാനിന്റെ വിഷയത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. നല്ല പക്വതയോടെ പ്രവർത്തിക്കണം, നല്ല നിലയിൽ മുന്നോട്ട് പോകണം. എതിർ സംഘടനയിലോ പ്രസ്ഥാനത്തിലോ ഉള്ളവരുണ്ടെങ്കിൽ അവരുടെ ഹിദായത്തിനെ ആഗ്രഹിക്കണം. അതാണ് ഇന്ന് നമ്മളെ പഠിപ്പിച്ചത്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ശത്രുചേരിയിലെ ഗജപോക്കിരിയാണ്. നബി തങ്ങൾ ദുആരക്കുന്ന, പടച്ചോനെ ആ ഉമർ ഒന്ന് നന്നായി ഈ സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നെങ്കിൽ വന്നു, ഇസ്ലാം പ്രചരിച്ചു, വ്യാപകമായി. അതുപോലെയാകണം നമ്മുടെ പ്രവർത്തനം. അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി ഇഷ്ടപ്പെടണം, അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി വെറുക്കേണ്ടവരെ വെറുക്കണം. ദീനാണ് വലുത്, മറ്റൊന്നും അതിൻ്റെ മേലെയില്ല. കുടുംബ ബന്ധങ്ങൾ പോലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെയും ഇസ്ലാമിന്റെ ചിട്ടയുടെയും പരിധിയിൽ കൊണ്ടുവരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാനും അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനും ഞങ്ങൾക്കും പരമ്പരകൾക്കും തൗഫീഖ് നൽകണം റഹ്മാനേ. ചുരുക്കി പറയട്ടെ, അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ത്യാഗം സഹിച്ചു. പിന്നെയോ വരുന്നു, ഇസ്ലാമിലേക്ക് വരുന്ന പുതിയ അതിഥിയാണ് തുഫൈൽ ഇബ്നു അംർ ദൗസി എന്ന് പറയുന്ന ആൾ ഇസ്ലാമിലേക്ക് വരുന്നു. കഴിഞ്ഞ വർഷം അതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ എവിടെയോ ഒന്ന് പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും പ്രമാണിയായ തുഫൈൽ ഇബ്നു അംർ ദൗസി വരുമ്പോൾ മക്കക്കാർ പറഞ്ഞു, നിങ്ങൾ പോയാൽ മുഹമ്മദ് നബിയുടെ വാക്കൊന്നും കേൾക്കാൻ നിൽക്കണ്ട, എന്തൊക്കെയോ കുറെ മാരണമൊക്കെ പറയും. ഇയാൾ എന്ത് ചെയ്തു? നല്ല പഞ്ഞിയെടുത്ത് ചെവിയിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള സ്ഥലത്തേക്ക് പോയി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ പാരായണം തുടങ്ങി. അപ്പം ഇയാൾ ഇങ്ങനെ മെല്ലെ ശബ്ദം കേൾക്കുന്നുണ്ട്, ചെവി അടച്ചു വെച്ചിട്ടുണ്ടെങ്കിലും. ഉടനെ അദ്ദേഹം ആലോചിച്ചു, എനിക്ക് ബുദ്ധി അല്ല തന്നില്ലേ, ഞാൻ കേട്ടിട്ട് നല്ലതാണെങ്കിൽ എടുത്താൽ പോരെ, വേണ്ടാങ്കിൽ അങ്ങ് ഒഴിവാക്കിക്കൂടെ. അങ്ങനെ കേട്ടു നോക്കുമ്പോൾ വളരെ അത്ഭുതമുള്ള ആയത്താണ് കേൾക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് പോയി ഇസ്ലാം സ്വീകരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം വീട്ടിലേക്ക് പോയി വാപ്പാനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നു, ഉമ്മാനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നു, ഭാര്യയെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ എല്ലാ ആളുകളെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ മഹാന്മാരായ അനുയായികളെ മുഴുവനും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് ഒരു സമൂഹത്തെ മുഴുവനും നമ്മുടെ മതത്തിലേക്ക്, അഥവാ 70-80 കുടുംബങ്ങളെ മുഴുവനും ദൗസ് ഗോത്രത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ് തുഫൈൽ ഇബ്നു അംർ ദൗസി. മഹാനവറുകൾ പാടുകയാണ്, റഅയ്തു ലഹു ദലായില അംബഅത്നി بأن سبيله يهدي لقصدي وقالت لي قريش أعد عنه فإن مقاله كالغر يعدي. ഖുറൈശികൾ റസൂലുള്ളാഹിന്റെ വാക്ക് കേൾക്കണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു. فلما أن أملت إليه سمعي سمعت مقاله كمشور شهدي. പക്ഷേ ഞാൻ എൻ്റെ ചെവി തുറന്നിട്ടതൊന്ന് കേട്ടപ്പോൾ നല്ല നിധിയാണ്, തേനാണ് കിട്ടുന്നത്. വൽഹമനി ഹദായല്ലാഹു അൻഹു വബദ്ദല ത്വാലിഈന ഹസീബി സഅദി. അതിലൂടെ എനിക്ക് വിജയത്തിലേക്ക് വരാൻ കഴിഞ്ഞു, എൻ്റെ ഖൽബ് മാറി, നന്മയിലേക്ക് ഞാൻ പോയി. ഫഫുൽതു ബിമാ ഹബാഹുല്ലാഹു ഖൽബി വഫാസ മുഹമ്മദും ബിസഫാഇ ഉദ്ദീ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നല്ല നിലയിൽ സൗഹൃദം തീർത്ത് ഇസ്ലാമിക പ്രചരണത്തിന് വേണ്ടി മുന്നോട്ട് പോയി. അപ്പോഴിവരടങ്ങിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും വീണ്ടും ആക്രമിക്കാൻ തുടങ്ങി. അബൂജഹലിനൊരു ഹോബിയുണ്ട്, എവിടെങ്കിലും ഒരു പഴുത് കിട്ടിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കുക. അപ്പോഴാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ മൃഗത്തെ വിൽക്കാൻ മക്കത്തെ കമ്പോളത്തിൽ വന്നു. ഇറാഷി എന്നാണ് പേര്. ചരിത്രത്തിലേക്ക് ഞാൻ പോകാൻ സമയമില്ല, അതുകൊണ്ട് കടക്കുന്നില്ല. ഏതായാലും ഇയാൾ കൊണ്ടുവന്നപ്പോൾ മൃഗത്തെ വാങ്ങിക്കൊണ്ടുപോയി, വില കൊടുത്തില്ല. അവസാനം ഖുറൈശികളെല്ലാം കൂടെ ഇളക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂജഹലിന്റെ വീട്ടിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, എടാ അബൂജഹലെ, മര്യാദയ്ക്ക് ഇവന് കൊടുക്കേണ്ടത് കൊടുത്തോ. ഖുറൈശികളൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഈ അബൂജഹലിന്റെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലണം, തല്ല് കിട്ടണം, തിരിച്ചു വരണം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. നേരെ അങ്ങോട്ട് ചെന്നപ്പോൾ അബൂജഹൽ പേടിച്ച് ആരണ്ട് വരണ്ട്, ഞാൻ കൊടുത്തോളാ മുഹമ്മദേ എന്ന് പറഞ്ഞ് വിനയം കാണിച്ചപ്പോൾ ഭാര്യ പറയുകയാണ്, എടാ തൊണ്ട, നീയല്ലേ വലിയ വീരവാദം മുഴക്കിയത്, മുഹമ്മദ് നബിയെ ഇപ്പൊ കിട്ടിയ ഞാൻ ശരിയാക്കി കളയുമെന്ന്. എന്താപ്പ കണ്ടപ്പോ വന്ന് ഈ കിടക്കയിൽ കിടന്ന് മൂത്രമൊഴിക്കുന്നത്, എടാ അബൂജഹലേ. കാരണം അറബികൾക്കൊരു പ്രത്യേകതയുണ്ട്, പുരുഷന്മാർ യുദ്ധത്തിന്റെ സമയത്ത് യുദ്ധത്തിന് ഇറങ്ങിയില്ലെങ്കിൽ ഭാര്യമാര് വെട്ടിയും കിതാബ് എടുത്ത് പോയി കളയും. കാരണം ഭർത്താക്കന്മാര് ധൈര്യമുള്ളവരാകണമെന്നൊരു ബോധം അന്നത്തെ ഭാര്യമാർക്കുണ്ട്. നമ്മളെ ഭാര്യമാരാണെങ്കിൽ എന്തെങ്കിലും സംഘടന കണ്ടാൽ നമ്മളെ പിടിച്ച് വീട്ടിൽ വെക്കും, ഒന്നും സംഭവിച്ചു പോകണ്ട എന്നുള്ള സ്നേഹം കൊണ്ടാണ്. മക്കത്തങ്ങനെയല്ല, ഇറങ്ങിയില്ലെങ്കിൽ പാട്ടുപാടിയിട്ടിറക്കും, എൻ്റെ ഭർത്താവ് ധൈര്യമുള്ളവനാണെന്ന് തെളിയിക്കാൻ. ഇനി ഒരുത്തനെങ്ങാണ് യുദ്ധത്തിന്റെ സമയത്ത് ഇറങ്ങിയില്ലെങ്കിൽ ബാക്കിയുള്ളവര് പുതിയ പെണ്ണ് ഉപയോഗിക്കുന്ന സുഗന്ധം കൊണ്ടുപോയി അവന് കൊടുക്കും. എടാ നീ പെണ്ണിനെ പോലെയാണ് ഇവിടെ ഇരുന്നോന്ന് അറിയിക്കാൻ വേണ്ടി പുതിയ പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്ന സുഗന്ധം കൊണ്ടുപോയി പട്ടും അത്രയൊക്കെ കൊണ്ട് കൊടുത്തിട്ട് പറയും, നീ മണവറയിൽ ഇരുന്നോടാ, നീ ആൺകുട്ടിയല്ല എന്ന് പറയുന്ന സ്വഭാവം അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ബദർ യുദ്ധത്തിലേക്ക് പല ആളുകളും പോകാനുള്ള കാരണം. എങ്ങനെയാണ്? വലീദ് എന്ന് പറയുന്ന ആൾ ബദർ യുദ്ധത്തിൽ പോകാൻ ഉദ്ദേശിച്ചില്ല.
കാരണം അറിയാൻ പോയാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുമ്പിൽ തോറ്റോടേണ്ടി വരുമെന്നറിയാം. അതുകൊണ്ട് ഇയാൾ മെല്ലെ തട്ടിമുട്ടി മക്കത്ത് തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. അപ്പൊ കുറെ ആളുകൾ ഇറങ്ങി പുതിയ പെണ്ണിന് കൊടുക്കുന്ന വസ്ത്രവും സുഗന്ധവും കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, നീ മണവറയിലിരുന്നോടാ. അവ ഭാര്യയ്ക്ക് ഒരു മാനക്കേടായി, എൻ്റെ ഭർത്താവിനെ പെണ്ണെന്ന് വിളിച്ചല്ലോ എന്ന നിലക്ക് പറഞ്ഞു, ഇറങ്ങിപ്പോടാ, മരിച്ചാലും വേണ്ടിയില്ല, പോയി യുദ്ധം ചെയ്തോ. ഇത് അറബികളുടെ പതിവായിരുന്നു. അങ്ങനെ അബൂജഹലിനോട് ചോദിച്ചു, എടാ ഇതെന്ത് ഷണ്ടത്തരമാണ് കാണിച്ചത്? മുഹമ്മദ് നബി മുന്നിൽ വന്നിട്ടൊന്നും ചെയ്തില്ലല്ലോ. മോളെ, ഞാനായതുകൊണ്ടാണ് ഇപ്പം മൂത്രമൊഴിക്കലിൽ മാത്രം ഒതുങ്ങിപ്പോയത്. വേറൊരാളാണെങ്കിൽ രണ്ടും കഴിയുമായിരുന്നു. കാരണം തോളിൽ നിന്ന് 2 ഒട്ടകങ്ങൾ വാ പിളർന്നു നിൽക്കുന്നു. വലൗ അബൈതു ലഅകലനീ, ഞാനെങ്ങാനും അവകാശം കൊടുക്കാൻ വിസമ്മതിച്ചിരുന്നെങ്കിൽ എന്നെ പിടിച്ച് വിഴുങ്ങിക്കളയുമായിരുന്നു. ഞാനായതുകൊണ്ട് ഇങ്ങനെയെങ്കിലും പിടിച്ചു നിന്നതാണ്. ഞാൻ തന്നെയാണ് ഈ അറബികളുടെ വലിയ ആള്. വേറൊരുത്തനാണെങ്കിൽ ഇപ്പൊ 2 കഥയും കഴിയുമായിരുന്നു എന്ന് പറഞ്ഞ് ഭാര്യയുടെ അടുക്കൽ തൽക്കാലം രക്ഷപ്പെട്ടു പോയി അബൂജഹൽ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി ഹിമ്മത്തോടെ മുന്നോട്ട് പോകുന്നു. അപ്പോഴെൻ്റെ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിൻ്റെ പ്രാഥമിക പ്രചരണ ഘട്ടങ്ങളെല്ലാം ഇതുപോലെ കരച്ചിലും വേദനയും നൊമ്പരവും നോവും ഉള്ളതാണ്. അവരിതെല്ലാം സഹിച്ചിട്ടാണ് ഇസ്ലാമിൽ നിന്നത്. നമുക്കിന്നിതെല്ലാം കിട്ടിയത് അവർ സഹിച്ചത് കൊണ്ടാണ്. നമ്മൾ എത്ര നേരത്തെ ഭക്ഷണം കഴിക്കുന്നു കണ്ടില്ലേ? ഷൈബ് അബി ത്വാലിബിൽ ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാതെ കിടക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ എത്ര വസ്ത്രമുടുക്കുന്നു, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ സ്വഹാബത്ത് നടക്കുന്നത് കണ്ടില്ലേ? നമുക്ക് അല്ലാഹു തആല എത്ര അനുഗ്രഹം ചെയ്തു. സ്വഹാബത്തിന് കഫം പൊതിയാൻ പോലും വസ്ത്രം തികഞ്ഞിട്ടില്ല. അതുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്താകാൻ നേരം സ്വഹാബികൾ ചെന്നിട്ട് പറഞ്ഞു, ഔസിനി യാ സാഹിബ റസൂലില്ലാഹി, ഞങ്ങൾക്കൊന്ന് വസിയ്യത്ത് ചെയ്യണേ. എന്തെങ്കിലും വസിയ്യത്ത് പറയാനുണ്ടോ? ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണെന്നറിയുമോ? ഇന്നല്ലാഹ ഫാത്തിഹുൻ അലൈക്കുമു ദുനിയാ ഫലാ തഅഖുദന്ന മിൻഹാ ഇല്ലൽ ബലാഗ്. അല്ലാഹു തആല ദുനിയാവ് ഇങ്ങനെ തുറന്നു തരും. പക്ഷേ ആവശ്യമുള്ളതേ എടുക്കാൻ പാടുള്ളൂ. എല്ലാം കൂടെ എടുക്കാൻ നോക്കിയാ ദുനിയാവിൽ വീണുപോകും, ആഖിറം നഷ്ടപ്പെട്ടു പോകുമല്ലോ. ഇമാം ഇബ്നു അബി ദുനിയ റഹിമഹുല്ലക്ക് കിതാബു ദമ്മി ദുനിയ എന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ കാണാം സിദ്ദീഖ് തങ്ങളുടെ വസിയ്യത്ത്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അവിടുന്ന് അധ്വാനത്തിൻ്റെയും വിഷമത്തിൻ്റെയും ദിനരാത്രങ്ങളിൽ നിന്നാണ് ഇസ്ലാമിനെ നമ്മുടെ കയ്യിലേക്ക് തരുന്നത് കേട്ടോ. അതുകൊണ്ട് ഈ തീഷ്ണമായ രംഗങ്ങളെ മുഴുവനും കവർ ചെയ്തിട്ട് സ്വഹാബത്ത് നമ്മളെ ഏൽപ്പിച്ച മതം നമ്മൾ പണയം വെച്ചുകൂടാ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറന്ന് ജീവിച്ചുകൂടാ. നമുക്കൊരുപാട് അമല് ചെയ്യണം, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ജീവിക്കണം. നബിതങ്ങൾ കയ്യിൽ തന്ന ദീന് പോറല് പറ്റാതെ അടുത്ത തലമുറയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് രക്ഷിതാക്കളെ, എല്ലാത്തിലും വലുത് ദീനാണെന്ന് മനസ്സിലാക്കണം. മക്കളെ മുഴുവനും മദ്രസയിൽ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. എന്നിട്ട് അവർക്ക് മാന്യമായ ഭൗതിക വിദ്യാഭ്യാസം കൊടുത്തോ തകരാറില്ല. അവർ ഡോക്ടർ ആയിക്കോട്ടെ, 5 നേരം നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും അതുപോലെ കൃത്യമായി അള്ളാഹുവിൻ്റെ ഹക്ക് വീടുകയും ചെയ്യുന്ന ഡോക്ടർമാരുണ്ടായിക്കോട്ടെ, പ്രശ്നമില്ല. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാനൊന്ന് നിർത്തുകയാണ്. വെള്ളിയാഴ്ച രാവാണ്, നമുക്ക് ദുആ ചെയ്യണം, അല്പം സ്വലാത്ത് ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് നമ്മുടെ സന്തോഷം പറയണം. അവിടുന്ന് നമുക്ക് പരിഹാരം തേടണം. അതിനു മുമ്പ് ബറക്കത്തിന് വേണ്ടി ഒരു സംഭവം പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മുഴുവനും ഇസ്ലാമിന് വേണ്ടി സഹിച്ച ജീവിതമാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്നു.
ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, വാപ്പാ, ഞാൻ 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് വേദനിക്കുന്നുണ്ട്, വല്ലാതെ വയറ് വിശക്കുന്നുണ്ട് വാപ്പാ. فشكت صلى الله عليه وسلم عن بطنه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, നബിയേ, ഈ മോള് ഫാത്തിമക്ക് വിശക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നബിയേ, ഇദാ അലൈഹി ഹജറും മഷ്ദൂദ്, നബിയേ, എൻ്റെ പള്ളയിൽ കല്ല് കൊച്ച് കെട്ടിയിരിക്കുകയാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മോളെ 3 ദിവസമല്ലേ ആയുള്ളൂ മോള് ഭക്ഷണം കഴിച്ചിട്ട്, എന്നാൽ ഫലിയബീക്ക്, മോളെ വാപ്പ 4 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് വിശക്കുന്നുണ്ട് മോളെ. കാരണം മാ ശബഅ ആലു മുഹമ്മദിൻ ബിസലാസതി അയ്യാം, 3 ദിവസം തുടർച്ചയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഭക്ഷണം വയറു നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. 3 ദിവസം അടുപ്പിച്ച് ആയിഷ ബീവിയുടെ അടുപ്പ് പുകഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള മഹദിയും മഹാന്മാരുമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്ന, മോളെ വിശപ്പുണ്ട് മോളെ. അപ്പ പറയുകയാണ്, ഓ പ്രിയപ്പെട്ട ഉപ്പാ, ഹസനും ഹുസൈനും വിശക്കുന്നുണ്ടല്ലോ. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വാ അമ്മാ ബിജൂഇൽ ഹസനി വൽ ഹുസൈൻ, പറയാ, എൻ്റെ പൗത്രന്മാരായ കുഞ്ഞു മക്കള് ഹസനും ഹുസൈനും വിശക്കുകയാണല്ലോ. ലം യസൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഇറങ്ങി. മദീനയിലേക്ക് ഇറങ്ങിപ്പോയപ്പോഴുണ്ട് ഒരു അഅറാബി കിണറിൻ്റെ അടുക്കൽ നിന്ന് വെള്ളം കോരുന്നു. അപ്പ പറയുകയാണ്, ഞാനിവിടെ വെള്ളം കോരിയാൽ കൂലിയായി കാരയ്ക്ക് തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഅറാബിയോട് ചോദിക്കുകയാണ്, ഞാനിവിടെ നിങ്ങൾക്ക് പകരമായി പണിയെടുത്താൽ കാരയ്ക്ക് എന്ന കൂലി എനിക്ക് തരുമോ? ഫഹുവ ലാ യഅരിഫു അന്നഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് അഅറാബിക്കറിയില്ല. അഅറാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, ജോലിക്കാരെ ആവശ്യമുണ്ടോ? അതേ, ആവശ്യമുണ്ട്. തസ്തഅമിൽഹു ഫീമാദാ, എന്തിനാണ് പകരമായി കൂലി തരുന്നത്? അപ്പ പറഞ്ഞു, ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയാൽ, 1 ബക്കറ്റ് 1 തൊട്ടി വെള്ളം കോരിയാൽ 3 കാരക്ക തന്നേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നിന്നു. അഅറാബിയുടെ അടുക്കൽ ഒരു ജോലിക്കാരനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നു. ഉമ്മമാരെ, ഇമാം ഖല്ലൂബി റഹിമഹുല്ലാഹ് നവാദിറുൽ ഖല്ലൂബിയിൽ നമുക്ക് കാണാം ഈ സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം സഹിച്ച ത്യാഗമാണ്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കോരുന്നു. ആരാണ്? അർശിൻ പേരെഴുതപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ലോകത്തുള്ള എല്ലാ നേതാക്കന്മാരുടെയും നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അറിയുമോ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വെള്ളം കോരാൻ ജോലിക്കാരനായി നിൽക്കുന്നു. 1 ബക്കറ്റ് വെള്ളം കോരിയിട്ടതിൻ്റെ കൂലിയായി കാരക്ക വാങ്ങി. കാരണം എന്നാലേ അടുത്തത് കോരാൻ പറ്റൂ. അത്രയ്ക്കും ക്ഷീണിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളം കോരുന്നു. അങ്ങനെ 8 ബക്കറ്റ് വെള്ളം കോരി. 9ാമത്തെ ബക്കറ്റ് വെള്ളം മുക്കാൻ നേരം കയറ് പൊട്ടിയിട്ട് ബക്കറ്റ് കിണറ്റിലേക്ക് വീണുപോയി. فوقع الدلو في البئر فوقع النبي صلى الله عليه وسلم متحيرا. വെള്ളം കോരുമ്പോൾ റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് കയറ് പൊട്ടിയിട്ട് ബക്കറ്റ് കിണറ്റിലേക്ക് വീണുപോയപ്പോൾ പരിഭ്രമത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നു. فجاء الأعرابي غضبانا ولطم وجه النبي صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അഅറാബി വന്നിട്ട് കൈ ഉയർത്തിയിട്ട് റസൂലുള്ളാഹിന്റെ മുഖത്തൊരടി കൊടുത്തു. ആരാണ്? മുഹമ്മദുൻ അശ്റഫുൽ അഅറാബി വൽ അജമി മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി മുഹമ്മദുൻ സീനത്തു ദുനിയാ വബഹജതുഹാ മുഹമ്മദുൻ കാശിഫുൽ ഉമ്മാതി വല്ലുലമി. കരളിൻ്റെ കാതലായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ആദരണീയമായ വജ്ഹു ശരീഫ്, ചന്ദ്രൻ പോലും തോറ്റുപോകുന്ന മുഖത്തിൻ്റെ ഉടമയായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് അതാ അടി കൊടുക്കുന്നു. എന്നിട്ട് 8 ബക്കറ്റ് വെള്ളം കോരിയതിൻ്റെ കൂലിയായി 24 കാരക്കയും കൊടുത്തു. ഫഅഖദഹാ മിൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിങ്ങ് വാങ്ങി. എന്നിട്ടോ അവിടുത്തെ കൈ കൊണ്ട് കിണറ്റിൽ നിന്ന് ബക്കറ്റ് അവിടുന്ന് പൊക്കിയെടുത്തു കൊടുത്തു. എന്നിട്ട് അഅറാബിക്ക് ഇട്ടുകൊടുത്തു ബക്കറ്റ്. വന്തലഖ മിൻ ഇൻദിഹി. എന്നിട്ട് അവിടുന്ന് നബി തങ്ങൾ ആ കാരക്കയും കൊണ്ട് വീട്ടിലേക്ക് പുറപ്പെട്ടു. ഫതഫക്കറൽ അഅറാബിയു സഅതൻ. അഅറാബി ഇങ്ങനെ നിന്ന് ആലോചിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്നു, ഇതെങ്ങാനും ഇനി നബിയാണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ എനിക്കിവിടെ ബക്കറ്റ് വീണുപോയിട്ട് ഞാൻ അടിച്ചത് എന്നയാൾക്ക് പെട്ടെന്നൊരു ബോധോദയം വന്നതുപോലെ ഉടനെ അയാൾ കത്തി ഇങ്ങോട്ടെടുത്തിട്ട് റസൂലുള്ളാഹിനെ അടിച്ച കയ്യങ്ങ് മുറിച്ച് കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടിച്ച കൈ അവിടെ നിന്നങ്ങ് മുറിച്ചിട്ടോ രക്തം വാർന്ന ഫവഖഅ മഗ്ശിയൻ അലൈഹി. ബോധരഹിതനായി അവിടെ അങ്ങ് വീണു. ഫമറ അലൈഹി റക്ബുൻ ഫറശു അലൈഹിൽ മാഅ ഹത്താ അഫാഖാ. അപ്പോഴതാ ഒരു സംഘം യാത്രാ ടീം അതുവഴി പോകുന്നു. അവര് വെള്ളം കുടഞ്ഞിട്ട് ഇയാളുടെ ബോധം തെളിഞ്ഞു. ചോദിക്കുന്നു, മാ അസ്വാബക, എന്താടോ നിങ്ങൾക്ക് പറ്റിപ്പോയത്? കൈ മുറിഞ്ഞു കിടക്കുന്നല്ലോ, ബോധരഹിതനായിട്ടാണല്ലോ കണ്ടത്. അപ്പൊ അയാള് പറയുകയാണ്, ലതംതു വജ്ഹ ഇൻസാനിൻ, ഞാനൊരു മനുഷ്യന്റെ മുഖത്തടിച്ചു. ثم ظننت أنه محمد صلى الله عليه وسلم. എനിക്ക് തോന്നുന്നു അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന്. വഅഖാഫു അൻ തുസീബനിൽ ഉഖൂബ, എനിക്ക് ശിക്ഷ കിട്ടുമെന്ന് ഞാൻ പേടിച്ചു പോയി.
ഫഖതഅതു യദി അല്ലതി ലതംതുഹു ബിഹാ. അപ്പൊ ഞാൻ ആ റസൂലുള്ളാന്റെ മുഖത്തടിച്ച കൈയങ്ങ് മുറിച്ചു. എനിക്ക് ആ കൈ വേണ്ടാതെ തീരുമാനിച്ചു. എന്നിട്ട് ഈ മുറിഞ്ഞ കൈയും ഇടത് കൈയിലെടുത്തിട്ട് ഇയാള് പോകുന്നു ഇലാ മസ്ജിദി റസൂലില്ലാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിലേക്ക് വലത് കൈയുടെ കഷ്ണവും ഇടത് കൈയിൽ പിടിച്ചിട്ട് ഓടുകയാണ്. രക്തം വാർന്നൊലിക്കുന്നുണ്ട്. വഅഖബല ഇലൽ മസ്ജിദി വനാദായ അസ്ഹാബ മുഹമ്മദ്. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരെ വിളിച്ചുകൊണ്ട് ചെല്ലുകയാണ്. മുഹമ്മദ് നബി എവിടെ? അവിടെ സിദ്ദീഖുൽ അക്ബർ തങ്ങളുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുണ്ട്. ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. സ്വഹാബികൾ പറഞ്ഞു, എന്തോ ആവശ്യത്തിന് വീട്ടിലേക്ക് പോയതാണ്. ഉടനെ ഫജാഅ സൽമാനു വഅഖദ ബിയദിൽ അറാബി വന്തലഖ ബിഹി ഇലാ ബൈത്തി ഫാത്തിമ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി സൽമാനുൽ ഫാരിസി തങ്ങൾ ഈ അറാബിയുടെ കയ്യിൽ പിടിച്ച് ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ എന്ന പൊന്നുമോനെ വലത്തെ കാലിലും ഹുസൈൻ എന്ന കുഞ്ഞുമോനെ ഇടത്തെ കാലിലും വെച്ചിട്ട് രണ്ടുപേർക്കും കാരക്ക കൊടുക്കുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാതിൽക്കൽ വന്ന് മുട്ടിയപ്പോ പറഞ്ഞു, മോളെ അതാരാണെന്ന് നോക്ക്, ഫാത്തിമ. അപ്പോൾ ഫാത്തിമത്ത് വന്ന് നോക്കിയിട്ട് പറയുകയാണ്, നബിയേ. അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്. ഒരഅറാബി ഒരു കൈയും മറ്റേ കൈയിൽ പിടിച്ചിട്ട് വന്ന് നിൽക്കുന്നു നബിയേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് അങ്ങോട്ട് ചെല്ലുമ്പോ പറയുകയാണ്, യാ മുഹമ്മദ് അഅ്ദിർനി. നബിയേ, എനിക്ക് പുറത്തു തരണേ നബിയേ. എനിക്കറിയില്ലായിരുന്നു തങ്ങളാണെന്ന്. അതുകൊണ്ട് തങ്ങളാണെന്ന് എനിക്ക് തോന്നിയപ്പോഴേക്ക് ഞാൻ കൈ മുറിച്ചു കളഞ്ഞു. എന്നാൽ മുഅ്മിനീങ്ങളെ കേൾക്കണം, ഇൻ കുന്ത നബിയാ, അവിടുന്ന് യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ ഈ കൈ എനിക്ക് തിരിച്ച് ശരിയാക്കി തരണേ നബിയേ. എന്നിട്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരുണയല്ലേ, നീ എന്നെ അടിച്ചിട്ടല്ലേ കൈ പോയത്, ഇനി അത് വേണ്ടാന്ന് പറയുന്ന നേതാവല്ല. റഊഫുർ റഹീം ആയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വവളഅഹാ ഫീ മകാനിഹാ, ആ മുറിഞ്ഞ കൈയെടുത്ത് മുറിഞ്ഞ ഭാഗത്തങ്ങ് വെച്ചുകൊടുത്തു. وألصقها ومسحها بيده وتفل عليها وسمى. ബിസ്മി ചൊല്ലിയിട്ട് തുപ്പിക്കൊടുത്തു. ഈ കൈയെടുത്തവിടെ വെച്ചിട്ട് ബിസ്മി ചൊല്ലിയിട്ട് അങ്ങ് തുപ്പിക്കൊടുത്തപ്പോൾ ഫൽതഅമത്, ആ കൈയങ്ങ് റെഡിയായി പോയി. കമബ്റഅത് വസീബൻ ബില്ലംസി റാഹതുഹു വഅത്ലഖത് അരീബൻ മിൻ ദിബ്ഖത്തിൽ അമമി. അസാധാരണക്കാരിൽ അസാധാരണയായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്ന് ഭക്ഷണം കൊണ്ട് ദൂർത്തടിക്കുന്ന നമ്മൾ
ഒരു നേരത്തെ കാരക്കയ്ക്ക് വേണ്ടി മുഖത്തടി വാങ്ങേണ്ടി വന്നില്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ജീവിതത്തിൽ സൂക്ഷ്മത വേണം. അനാചാരത്തിന് പൈസ കളഞ്ഞുകൂടാ, തോന്നിവാസത്തിന് സമ്പാദ്യം ചെലവഴിച്ചുകൂടാ. കയ്യിലുള്ള സ്വത്ത് നിന്റെതല്ല, അല്ലാഹ് തന്നതാണ്. അതുകൊണ്ട് മാന്യമായി ജീവിച്ചു കൊള്ളണം, പടച്ചവൻ അധികരിച്ചുകൂടാ. ഉമ്മമാരെ ഔറത്ത് മറച്ചു ജീവിക്കണം, നിസ്കാരം ഖളാ ആക്കരുത്. ചെറുപ്പക്കാരെ സ്വലാത്ത് വർദ്ധിപ്പിക്കണം, നിസ്കാരം കൃത്യമായി നിലനിർത്തണം, റസൂലുള്ളാഹിനെ സ്നേഹിക്കണം, ഇഷ്കോടുകൂടി ജീവിക്കണം. അല്ലാഹുവേ ഞങ്ങൾക്കതിന് തൗഫീഖ് നൽകണം റഹ്മാനേ. അല്ലാഹ് നിന്നിലേക്ക് ഉയർത്തുന്ന ഈ കൈകൾ ഒരൊറ്റ തോന്നിവാസത്തിലും തൊടുന്ന കൈകളാക്കല്ലേ റഹ്മാനേ. അല്ലാഹുവേ ഒരു വൃത്തികേടിലും ഞങ്ങളുടെ ഈ കൈകൾ നീ തൊടിക്കല്ലേ റഹ്മാനേ. അല്ലാഹുവേ പരീക്ഷകൾ എഴുതുന്ന കുട്ടികൾ, അതിനേക്കാൾ വലിയ പ്രാധാന്യത്തോടെ ഇത് കണ്ടിട്ട് ഇവിടെ ഓടി നടക്കുന്ന വളണ്ടിയർമാരുണ്ട്. റബ്ബേ നല്ല വിജയം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ഈ പരിപാടി ഇങ്ങനെ ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി എത്രയോ നാളുകളായി ഉറക്കൊഴിഞ്ഞ് നടക്കുന്നവരുണ്ട്. നീ അവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തുൻ നഈമിൽ കോർത്തുപിടിച്ച് ഹബീബിൻ്റെ ലിവായിൻ്റെ കീഴിലും നീ എത്തിക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ ഈ പരിപാടിക്ക് സഹായിച്ച ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രചരണത്തിനു വേണ്ടി 1,00,000 രൂപയോളം സഹായിച്ച അറേബ്യൻ ജ്വല്ലറി, അല്ലാഹുവേ അദ്ദേഹത്തിന് നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനേ. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ നീ സഹായം നൽകണം റഹ്മാനേ. അവരെയും ഞങ്ങളെയും നിന്റെ യഥാർത്ഥ ദാസന്മാരിൽ ഉൾപ്പെടുത്തണം റഹ്മാനേ. അവരുടെയും ഞങ്ങളുടെയും അമലുകൾ നീ കബൂലാക്കണം റഹ്മാനേ. ഇതൊക്കെ നിന്റെ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണ്, നീ കബൂലാക്കണം റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെ മുഴുവനും നീ ഇസ്സത്തുള്ളവരാക്കണം റഹ്മാനേ. കച്ചവടങ്ങൾ, ജോലികൾ, ജീവിതമാർഗങ്ങൾ എല്ലാത്തിലും നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനേ.